ഈ വലിയൊരു തട്ടിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പുറത്തു വന്നത്. നിരവധി കണ്ടെത്തൽ, വീണയ്ക്കെതിരായ നിരവധി കണ്ടെത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED അല്ലേ? ഇനി എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം? തീർച്ചയായും എക്സാലോജിക് അതുപോലെ തന്നെ CMRL ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. പ്രധാനമായും ആദ്യം ചോദ്യം ചെയ്തതിന് ശേഷം അന്വേഷണ സംഘം കോഴിക്കോട് വിവിധ ഭാഗങ്ങളിലെ റെയ്ഡുകളടക്കം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്, മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികളുടെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കൂടുതൽ തുകയിൽ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 20.05 കോടി രൂപയുടെ തട്ടിപ്പ് ആകെ നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അത് ഫെമ ചട്ട ലംഘനമാണ് എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫെമ കുറ്റം കൂടി വീണയ്ക്കെതിരെ ചുമത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിക്കാനാണ്. അടുത്ത ആഴ്ചയിലേക്ക് വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുകയാണ്. അതിന് നോട്ടീസ് നൽകുകയും ചെയ്യും. പ്രധാനമായും അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങളും മൊഴികളും വീണയുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ തന്നെ CMRLന്റെ കർത്തായെ ചോദ്യം ചെയ്തതിൽ നിന്നും കർത്ത നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് തുക കൈമാറിയിട്ടുള്ളത് എന്ന കാര്യം ഇതിനോടകം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് എതിരെയുള്ള കുരുക്ക് അത് മുറുകുകയാണ് എന്നതിനാണ് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുക. കാരണം ഫെമ കുറ്റം കൂടി ചുമത്തുന്നതോടുകൂടി ഇവിടെ നിന്നും തുക അയക്കുന്നതിൽ വലിയ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ വീണയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നുവെന്ന് അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ തയ്യാറെടുത്തിട്ടുണ്ട് അന്വേഷണ പാർട്ടിയും. ഒപ്പം തന്നെയാണ് ഇപ്പോൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി രജിത്ത്. എന്തായാലും രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതേസമയം മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം നീളുകയാണ്. ആ വിശദാംശങ്ങളുമായി TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡ് ഉണ്ടായിരുന്നത്. എന്നാൽ രാഷ്ട്രീയപരമായി ഇത് പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് CPM. ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗവുമുണ്ട്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധി കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്നുള്ള ചിന്തയിലാണ് പാർട്ടി നേതൃത്വം. എന്തായാലും മുഹമ്മദ് റിയാസിനെതിരെ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് എത്തുന്നതോടുകൂടി CPM വലിയ തോതിൽ പ്രതിരോധത്തിലാവും. അത് കണ്ടറിഞ്ഞ് നേരത്തെ തന്നെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ CPM ചെലുത്തുന്നത്. അത് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രകടമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കോഴിക്കോട് മാവൂരിൽ വെച്ച് CPM-ന്റെ പൊതുയോഗം നടക്കുന്നത്. കൃത്യമായ ഒരു രാഷ്ട്രീയ വിശദീകരണം യോഗമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രമുഖ നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കും. CPM-നെ മുഹമ്മദ് റിയാസിലേക്കും ഒപ്പം പ്രതിപക്ഷ നേതാവിലേക്കും അന്വേഷണം എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമാക്കുകയാണ് CPM ഇതിലൂടെ ചെയ്യുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം പതിവില്ലാത്ത വിധം വലിയ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം. പ്രതിപക്ഷ നേതാവിൻ്റെ മകളും മരുമകനും എല്ലാം ഇത്തരത്തിൽ കേസിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിനെ പരമാവധി രാഷ്ട്രീയപരമായി നേരിടുക എന്നുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ CPM കാണിക്കുന്നത്. അതിനാൽ തന്നെ ഇന്നത്തെ പൊതുയോഗത്തിൽ പരമാവധി ആളുകളെ അണികളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. എന്തായാലും CPM ശക്തമായി സംസ്ഥാനത്തിലുടനീളം ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു.